ഏവർക്കും സ്വാഗതം. 2026 ആദ്യത്തെ ഞായറാഴ്ച നമ്മുടെ ഈ യൂട്യൂബ് സംഗമത്തിന് ചിന്തകളുടെ അമ്പലം എന്ന പേര് നാം കൊടുത്തത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ്, ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് എന്ന് ഇതിനോടകം ഏവർക്കും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ പ്രത്യേകതയുള്ള കൂട്ടായ്മയിൽ, സംഗമത്തിൽ പതിവുള്ള ആരാധനയ്ക്ക് പകരം അന്വേഷണത്തെ ആരാധനയായി കാണുന്ന ഒരു സവിശേഷതയാണ് ഏറ്റവും അടിവരയിട്ട് എനിക്ക് എവിടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. സാധാരണ ആരാധന ആചാരങ്ങളുടെ ആവർത്തനമാണെങ്കിൽ, നമ്മളുടെ മതാതീതമായ ആരാധന അന്വേഷണത്തിൻ്റെ തുടർച്ചയാണ്. യേശു പറഞ്ഞു, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. അതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ചേർന്നുള്ള ഈ യാത്രയിൽ പല പല പുതിയ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ, കണ്ടെത്തുവാൻ നമുക്കിടയായി. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ തന്നെയാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നിങ്ങളും ആ കാര്യത്തിൽ എന്നോട് യോജിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി യേശുവിൻ്റെ ഒരു വളരെ ആഴമേറിയ ആശയം അടങ്ങിയിരിക്കുന്ന ഒരു പ്രസ്താവന. അത് സാർവലൗകികമായി, അതായത് മതവ്യത്യാസമെന്നെ മനുഷ്യരെവിടെയൊക്കെ മതബോധത്തിൽ വസിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നുണ്ട്, അവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ വൈകല്യത്തെ വളരെ വളരെ സർഗാത്മകതയോടെ സരളമായി യേശു അവതരിപ്പിക്കുന്ന ഭാഗമാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇപ്രകാരം രഹസ്യം രഹസ്യം രഹസ്യം, നിങ്ങൾ മത്തായി സുവിശേഷം 6-ാം അധ്യായം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമെങ്കിൽ അതിൽ മുഴുവനും രഹസ്യത്തിൻ്റെ മേലുള്ള ഊന്നലാണ്. മതസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ദാനധർമ്മം തൊട്ട് ഉപവസിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ട് ചെയ്യണം. അതിൽ പരസ്യത്തിൻ്റെ ഈ കാപഠ്യം കടന്നു വരുവാൻ നിങ്ങൾ അനുവദിക്കരുത് എന്നാവർത്തിച്ച് യേശുക്രിസ്തു പറയുകയാണ്, അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ നിർദ്ദേശിക്കുകയാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടോ ക്രിസ്ത്യാനികൾക്ക് സ്വീകാര്യമല്ല. അവർ മതജീവിതത്തെ കാണുന്നത്, പ്രത്യേകിച്ച് ആരാധനാ അനുഭവത്തെ കാണുന്നത് പരസ്യത്തിൻ്റെ നാടകവേദിയായിട്ടാണ്. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അതിലടങ്ങിയിരിക്കുന്ന സത്യവും അസത്യവും എന്താണ് എന്ന് തിരിച്ചറിയുന്നതിൽ കൂടെ അഭിനയത്തിൽ നിന്ന് അനുഭവത്തിലേക്ക് പുരോഗമിക്കുവാൻ നമുക്കിടയാകും എന്ന പ്രതീക്ഷയാണ് വർഷ ആരംഭത്തിൽ നിങ്ങളുമായി ഈ ചിന്ത പങ്കിടുന്നത് ഉചിതമാണ് എന്ന ആത്മധൈര്യം എനിക്ക് പകർന്നു തന്നിട്ടുള്ളത്. നമുക്ക് ആ അന്വേഷണത്തിൽ ആരംഭിക്കാം. നമുക്കറിയാം, മനുഷ്യൻ ഏതെങ്കിലും കാര്യം മറ്റുള്ളവരുടെ കണ്ണിൽപ്പെട്ട് ചെയ്താൽ അതിൽ അഭിനയം തീർച്ചയായും കടന്നു വരും. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ആരെയെങ്കിലും പ്രിയപ്പെട്ട ഒരു കുടുംബാംഗമോ ആരുമായിക്കൊള്ളട്ടെ വാങ്ങിപ്പോയാൽ, മരിച്ചു പോയാൽ, അവരെപ്പറ്റി നാം ദുഃഖിക്കണമെന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യം മാത്രമല്ല, സമൂഹം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ബഹുഭൂരിപക്ഷം ആളുകളും
മറ്റുള്ളവർ തങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതനുസരിച്ച് മാത്രമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെരുമാറുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മളിൽ നിന്ന് വേറിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്, സംശയമൊന്നുമില്ല, യാതൊരു സംശയവും. പക്ഷേ ഉള്ളിലുള്ള സങ്കടം കുറച്ച് ഊതി വീർപ്പിച്ച് മാത്രമേ നാം വെളിയിൽ കാണിക്കാറുള്ളൂ. അങ്ങനെ കാണിക്കാനുള്ള നിർബന്ധം നാം അനുഭവിക്കുകയാണ്. കാരണം നാം എന്തെങ്കിലും കാര്യം പൊതുരംഗത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലല്പം മായം അല്ലെങ്കിൽ കൃത്രിമം ചേർക്കുക എന്നത് ഒരു അനിവാര്യതയാണ്. അതാണ് ആ യാഥാർത്ഥ്യമാണ് യേശു ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വി ആർ ഓൾവേസ് ഒബ്ലൈസ്ഡ് ടു എക്സാജറേറ്റ്. എക്സാജറേഷനിൽ സത്യത്തിന് ക്ഷതം സംഭവിക്കുന്നു. ട്രൂത്ത് ഗെറ്റ്സ് ഡിസ്റ്റോർട്ടഡ് ഇൻ ദിസ് പ്രോസസ് ഓഫ് എക്സാജറേഷൻ. ഇത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇത് അത്രമാത്രം വ്യാപകമായ റെലവൻസ് ഉള്ള പ്രസക്തിയുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ വളരെ സാവകാശമായി അത് ഊന്നി പറയാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ശാപമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുരംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നതും അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും വ്യക്തിപരമായ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മുടെ പ്രൈം മിനിസ്റ്ററായ മോദി വിവേകാനന്ദ മെമ്മോറിയൽ പാറയിൽ കയറിയിരുന്ന് ധ്യാനിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ എത്ര % ആത്മാർത്ഥതയുണ്ട്, എത്ര % അഭിനയമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു വിധത്തിലും വീടിനകത്ത് വേറൊരു വിധത്തിലുമാണ്. അത് നിങ്ങൾക്കും എനിക്കും തുല്യമായി ആപ്ലിക്കബിളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ തനി നിറം നാം വെളിയിൽ കാണിക്കാറില്ല. വെളിയിൽ കാണിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് നിറമുള്ള പൗഡറൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്, മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മുഖത്ത് മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലാകമാനവും. ഒരിക്കലും പച്ച മനുഷ്യനെ നമുക്ക് വെളിയിൽ കാണാൻ സാധ്യമല്ല. പൊതുരംഗത്ത് വന്നാൽ അവിടെ അഭിനയമുണ്ടായിരിക്കും, അവിടെ സത്യം നിരാകരിക്കപ്പെടും, അല്ലെങ്കിൽ സത്യത്തിൻ്റെ ശരിയായ മുഖം ആരും കാണാതിരിക്കണമേ എന്ന വലിയ താല്പര്യത്തിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. ഇത് നമ്മുടെ ആരാധനയിലും അതുപോലെ സംഭവിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമുള്ള കാര്യമല്ല. നമുക്കിനി ആരാധന അനുഭവത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാം. പല സഭകളിലും ആരാധിക്കുമ്പോൾ ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ വെച്ച് കർത്താവ് എന്ന് പറയുമ്പോൾ ഉടനെ ഇങ്ങനെ ക്രൂശ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര, നിൻ്റെ ഉള്ളിലല്ലേ കുരിശുണ്ടാകേണ്ടത്. അതിങ്ങനെ വരച്ചിട്ട് എന്താണ് പ്രയോജനം? പക്ഷേ വരച്ചില്ലേ പോയി, അത് ആരാധനയാകത്തില്ല. അങ്ങനെ ക്രൂശ് വരയ്ക്കുന്ന നിർബന്ധമുള്ള സഭയിൽ നിങ്ങൾ ഞാനങ്ങനെ പോയിട്ടുണ്ട്. പോയി അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അതുപോലെ വരച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എനിക്കൊരു വല്ലാത്ത ശ്വാസം മുട്ടലാണ്, അവർക്കും ശ്വാസം മുട്ടലാണ്. കാരണം ഇത് വെളിയിൽ കാണിച്ചെങ്കിൽ, ക്രൂശ് വെളിയിൽ കാണിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു തിരുമേനയുടെ കഴുത്തിൽ ഒരു കുരിശ് കിടക്കുന്നത് കാണാം. എന്തിനാണ് ഈ കുരിശ് കഴുത്തുള്ളത്? സ്വർണ്ണക്കുരിശാണ് കുറെ കൂടെ കൊള്ളാം, ഗമയാണ്. ഈ കുരിശ് വാസ്തവത്തിൽ വ്യക്തിത്വത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് കുരിശിൻ്റെ മർമ്മം സ്ഥാപിക്കേണ്ടത്. അത് ചെയ്യില്ല, അത് ഇച്ചിരി മെനയാണ്. ഇതെല്ലാം പരസ്യമായിട്ട് കാണിക്കുക. ഒരു ബിഷപ്പാണെങ്കിൽ ഇങ്ങനെ വെളിയിൽ കുരിശ് കാണിച്ചില്ലെങ്കിൽ ഒരു ഗുമ്മില്ല എന്നാണ്. അതേസമയം ഒരു അച്ഛനാണെങ്കിൽ അങ്ങനെ വെളിയിൽ കാണിക്കാറ്, അതുകൊണ്ട് അച്ഛൻ ഉള്ളിലൊക്കെ. അപ്പോൾ അങ്ങനെ എന്തും വെളിയിലെടുത്ത് കാണിക്കുക. ആരാധിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുരിശ് വരയ്ക്കുക. അത് മാത്രം പോരാ, ആരാധിക്കുമ്പോൾ അതിൻ്റേതായ വസ്ത്രം വേണം. അപ്പം പുരോഹിതൻ വേണ്ടത്ര വസ്ത്രമില്ലാതെ ആരാധനയ്ക്ക് വന്നാൽ നമ്മൾ അവനെ അടിച്ചോടിക്കത്തില്ല. എന്താണ് പുരോഹിതൻ്റെ മാനുഷികമായ യാഥാർത്ഥ്യം ഒരിക്കലും ദൈവസനത്തിൽ കൊണ്ടുവരരുത്. അവനൊരു നല്ല നാടക അഭിനയക്കാരനായി APSC എന്നൊക്കെ പറയുന്ന നാടകവേദിയിലൊക്കെ പരിശീലിച്ച പോലെ വന്ന് വേണം ഈ വേഷഭൂഷാദി, കോസ്റ്റ്യൂം എന്ന് പറയും. കോസ്റ്റ്യൂം, വേഷമിട്ടു എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ പുരോഹിത വേഷമിട്ടു എന്ന് പറയുമ്പോൾ
മറ്റേ കലാപരിപാടിയും കൂടെ ഓർത്തോണം എന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പുരോഹിതൻ ഭാഷ നോർമലായിട്ട് കൈകാര്യം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വകാര്യ സംഭാഷണത്തിലുണ്ട്, അല്ലെന്നല്ല. ഇപ്പം പ്രസംഗിക്കുമ്പോൾ പാതിരി മലയാളം എന്നൊരു മലയാളമുണ്ട്. അത് വളച്ച് കെട്ടി ഓടിച്ച് അവിടെ കുത്തി ഇവിടെ ചാടി ഒരിക്കലും നേരെ മൂക്കിൽ ഇങ്ങനെ തൊടത്തില്ല, ഇങ്ങനെ തൊടും. അത് കൃത്രിമമുണ്ടെങ്കിൽ മാത്രമേ ഒരു പുരോഹിതനാകത്തുള്ളൂ. വചന ശുശ്രൂഷയാണെങ്കിൽ പോലും സത്യം നേരെ ചൊവ്വെ അവതരിപ്പിക്കാതെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുക എന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു പുരോഹിതൻ്റെ സ്വഭാവവും മറ്റുള്ളവരോട് ഇടപെടുന്ന സ്വഭാവവും സ്വാഭാവികമല്ല. ഒരു മനുഷ്യനോട് ഇടപെടുന്ന പോലെയല്ല ഒരു പുരോഹിതൻ ഒരു വിശ്വാസിയോട് ഇടപെടുന്നത്. വളരെ വ്യത്യാസം, വളരെ കൃത്യമായിട്ടാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ശരീരം കൊണ്ട് അധ്വാനിക്കുക, ഒരു പുരോഹിതൻ അധ്വാനിച്ചുകൂടാ. പുരോഹിതൻ്റെ ദേഹത്ത് വേർപ്പ് പൊടിഞ്ഞാൽ പോയി. ഇതെല്ലാം കൃത്രിമമാണ് എന്ന് അപ്പോൾ ഈ മതത്തിൽ ആർക്കെങ്കിലും ശോഭിക്കണമെങ്കിൽ സത്യത്തെ ഉപേക്ഷിച്ച് കൃത്രിമമായ വിധത്തിൽ മാത്രമേ ഒക്കത്തുള്ളൂ എന്നതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യമെന്ന് യേശു നമ്മെ പല വിധത്തിൽ, ഇത് മാത്രമല്ല പല വിധത്തിൽ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാറില്ല അത്രമാത്രം. ഇത് വളരെ വളരെ തന്മയത്വത്തോടുകൂടെ യേശു ഒരു ഉപമയിൽ കൂടെ അറിയിച്ചിട്ടുണ്ട്. അത് നാം അല്പം ഒന്ന് പരിഗണിക്കുന്നത് നമുക്ക് പ്രയോജനം ചെയ്യും. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 9-ാം വാക്യം മുതലാണ് ഒരു പരീശനും ചുങ്കക്കാരനും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ ഉപമ യേശു പഠിപ്പിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കട്ടെ. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ഇനിയും ശ്രദ്ധിക്കുക, 11-ാം വാക്യം. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, വളരെ ശ്രദ്ധേയമാണ്, തന്നോട്, അവൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടല്ല, അവൻ പ്രാർത്ഥിക്കുന്ന തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തോട് അങ്ങനെ വിളിച്ചു പറയേണ്ടത്? ദൈവത്തിന് അറിഞ്ഞുകൂടാ. ദൈവം അവൻ്റെ സത്യം അറിയുന്നു. അവനിങ്ങനെയൊന്നും അല്ല, ഉള്ളിൽ അവൻ ആരാണെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ അത് വേണ്ട, അവനറിയുന്നത് പോലെ ദൈവം അവനെ അറിയണം. ദൈവം അവനെ അറിയുന്നത് പോലെ അറിഞ്ഞ തട്ടുകേടാണ്. അവൻ എപ്രകാരമാണ് അവനെ അറിയുന്നത്, അതുപോലെ മാത്രമേ അവനെ അറിയുവാൻ ദൈവത്തിന് അവകാശമുള്ളൂ എന്നാണ് ഈ മഹാൻ്റെ ഒരു നിലപാട്. പോയ പോക്ക് നോക്കിക്കേ, ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. എത്ര മനോഹരമായിട്ടാണ് യേശു അവതരിപ്പിക്കുന്നത്. പിന്നെ 12-ാം വാക്യം. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഇത് നിങ്ങൾ നോക്കുമ്പോൾ, ഇത് പൊതുവെ പറഞ്ഞാൽ ഇത് മുഴുവനും ബാഹ്യമായ കാര്യങ്ങളാണ്. ആന്തരികമായി നോക്കിയാൽ സത്യം അറിയും. അത് വരാതെ മറ്റുള്ളവർ ഇങ്ങനെയാണ് എന്നെ കാണുന്നത്, അതുപോലെ നീ എന്നെ അങ്ങനെ കാണണം. മാത്രമല്ല, എല്ലാവരും നോക്കുമ്പോൾ മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആചാരങ്ങളാണ്. ആഴ്ചയിൽ ഇന്നത് ചെയ്തിരിക്കണം, ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കും, മുറ തെറ്റാതെ ഞാൻ പള്ളിയിൽ പോകും, ഞാൻ പസാരം കൊടുക്കും, ദശാംശം കൊടുക്കും. അത് പറഞ്ഞാൽ എല്ലാം ശരിയായി. നിൻ്റെ ജീവിതത്തിൻ്റെ സത്യം എന്താണ്? അതോടെ പ്രസക്തമല്ല. പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്തൊരു കാഴ്ചപ്പാടില്ല. യേശുവിൻ്റെ കാഴ്ചപ്പാട് പൗരോഹിത്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ നാം ആദ്യം മുതൽ അവസാനം മുതൽ പരിശോധിച്ചാൽ യേശുവും പുരോഹിത വർഗവുമായി ഒരു വിധത്തിലുള്ള സമ്പർക്കവും സഹകരണവും ഇല്ലാതിരുന്നത്. യേശു തൻ്റെ ആത്മീയമായ ദർശനത്തിലോ ദൗത്യത്തിലോ പുരോഹിതന് കാലുകുത്താൻ ഇടം കൊടുത്തില്ല എന്ന് സുവിശേഷങ്ങൾ വളരെ വളരെ സംശയാതീതമായി വെളിപ്പെടുത്തുന്ന കാര്യമാണ്. എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ അറിയണമെങ്കിൽ പുരോഹിതൻ്റെ വാല് പിടിക്കണം. ഇത് നമുക്ക് സംഭവിച്ച അധപ്പതനമാണ്. യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് എന്താണ് പറയുന്നത്? ഇനി അങ്ങോട്ട് നാം ഒരു രാജകീയ പുരോഹിത വർഗമാണെന്ന് പറഞ്ഞാൽ, എല്ലാവരും പുരോഹിതന്മാരാണെന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതനും പ്രത്യേകിച്ച് കുപ്പായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട, അങ്ങനെയുള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല. എല്ലാവരും പുരോഹിതരാണെങ്കിൽ പിന്നെ ഒരു പുരോഹിത വർഗം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് യേശു വന്നത്? ഏത് ആത്മീയമായ ദർശനമാണ് യേശു നൽകിയത്? ഏത് ദൈവികമായ വഴിയാണ് യേശു കാട്ടിത്തന്നത്?
ഇതിനെ മുഴുവനും റദ്ദാക്കിക്കൊണ്ടാണ്, യേശുവിൻ്റെ കാഴ്ചപ്പാടിന് വിപരീതമായ ഒരു ധാരണയിലാണ് ലൗകികമായ വിധത്തിൽ മാത്രം നാം മത മേഖലയിൽ നിൽക്കുന്നു, ആരാധന നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്നാണ് യേശു. ഇനിയും ഇത് മാത്രമല്ല, അനേക ഉദാഹരണങ്ങളുണ്ട്. സമയത്തിൻ്റെ പരിമിതിയോട് ഞാൻ അതിൻ്റെ പരിഗണനയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ആരാധിക്കണമെങ്കിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് യേശു പറഞ്ഞത് നാം ശ്രദ്ധിച്ചു. പക്ഷേ നമ്മുടെ അറിവിലോ സത്യത്തിന് ആരാധനയിൽ ഒരു ആവശ്യവുമില്ല, ഒരു സ്ഥാനവും ഉണ്ടാകരുത്. അതുകൊണ്ട് നാം ഈ ഉപമയൊന്ന് നോക്കുമ്പോൾ, യേശു പഠിപ്പിച്ച ഉപമ നോക്കുമ്പോൾ, വിശുദ്ധനെന്ന ജനം കരുതുന്ന ഈ പരീശൻ ദൈവസന്നിധിയിൽ വന്ന് കള്ളം പറയുകയാണ്. എന്നാൽ നശിച്ചവൻ അല്ലെങ്കിൽ അവിശുദ്ധൻ എന്ന ആളുകൾ കരുതിയിരുന്ന ചുങ്കക്കാരൻ, യഹൂദൻ വെറുത്തിരുന്ന ചുങ്കക്കാരനാണ് സത്യം പറയുന്നത്. പുരോഹിതൻ കള്ളം പറയുന്നു, ഐമേനീത സത്യം പറയുന്നു. ഇതാണ് മതത്തിൻ്റെ പൊതുവായ അവസ്ഥയെന്ന് യേശുവിന് മാത്രമുള്ള അധികാരം ഉപയോഗിച്ച് നമ്മെ അറിയിക്കുകയാണ്. ഇതെൻ്റെ പോക്കറ്റിൽ നിന്നിട്ട് പറയുന്നതല്ല, നിങ്ങൾക്കറിയാം. ഞാൻ ഈ കാലത്തൊക്കെയും യേശു വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുമായി പങ്കിടുമ്പോൾ ആളുകൾ അതിനെ തുച്ഛീകരിക്കുന്നതിന് അല്ലെങ്കിൽ താറടിക്കുന്നതിന് പറയുന്നത്, അവന് ആരാണ്ടൊക്കെ ചൊറുക്കുണ്ടായിട്ടാണ് സംസാരിക്കുക. അപ്പോൾ യേശുവിന് ചൊറുക്കുണ്ടായിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് ആരും പറയാത്തത് സന്തോഷം. അതിന് പ്രത്യേകമായ കൂപ്പുകൈ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മെത്രാൻ്റെ വേഷത്തിൽ യേശുവിനെ നിങ്ങൾക്കൊന്ന് വിഭാവന ചെയ്യാൻ പോകും. ഞാൻ തനിച്ചിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ബോറടിക്കുന്നതൊന്ന് ചിരിക്കണമെങ്കിൽ ഞാനിത് ചെയ്യും. യേശുവിനെ മെത്രാൻ്റെ വേഷത്തിൽ ഞാനൊന്ന് ഒന്ന് മനസ്സിൽ കാണാൻ പോയി ഞാൻ ചിരിച്ച് നിലത്ത് വീണ് ഉരുണ്ട് ചിരിക്കാറുണ്ട്. അത്രമാത്രം കോമാളിത്തരമാണിത്. പക്ഷെ അതില്ലെങ്കിൽ മെത്രാൻ നഗ്നനാണ്. സാധാരണക്കാരുടെ വസ്ത്രത്തിൽ മെത്രാൻ പ്രത്യക്ഷപ്പെട്ടാൽ അയ്മേനികളും ബോധം കിടും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പിയറൻസാണ്, ഈ വേഷം. നാടകത്തിൽ വേഷമിടുന്നു എന്ന് നാം പറയത്തില്ലേ, അതുപോലെ വേഷമിടുന്നതാണ്. ബാക്കി ഒന്നും സാരമില്ല, വേഷമിടണം എന്ന് മാത്രമേ. അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, സഭാ ജീവിതം ഏതാണ്ട് 100% ഈ അഭിനയം മാത്രമാണ്. നമ്മുടെ സഭാജീവിതം, നമ്മുടെ മതജീവിതവും, ഉദാഹരണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഭക്തിയുള്ളവരാണെങ്കിൽ ഹല്ലേലൂയ, ഗ്ലോറി, പ്രൈസ് ദ ലോർഡ്, അത് പറയണം. എൻ്റെ സുഹൃത്തെ, ഇതെല്ലാം എൻ്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് മലയാളത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് ഏക്കത്തില്ലയോ? പ്രൈസ് ദ ലോർഡ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക, അത് മലയാളത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് ഏക്കത്തില്ലേ? അപ്പം നാം ധരിച്ചിരിക്കുന്നത് അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഗ്ലോറി, പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവം ഉടനെ ഇംപ്രസ്ഡ് ആകും. അതിൻ്റെ ഒരു കടുത്ത ഭാഗമാണ്, ഒരു അവതാരമാണ് ഈ മറുഭാഷ. അതായത് ഏറ്റവും കൃത്രിമമായി ഭാഷയെ എത്രമാത്രം വിരൂപമാക്കാമോ, അസഹനീയമാക്കാമോ ആ വിധത്തിൽ അവതരിപ്പിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്നാണ് പറയുന്നത്. അത് സാമാന്യ ബുദ്ധിയില്ലാത്തവന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കൂ. സത്യം തൊട്ട് തേച്ചിട്ടില്ലാത്തവന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ മറുഭാഷ ഇങ്ങനെ തുറാന്ന് പറയുന്ന ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ, CSIക്കാരുടെ ഇടയിലും മറുഭാഷ പറയുന്ന ഒരു ബിഷപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഉമ്മൻ ജോർജ് എന്നാണ്. ഉമ്മൻ ജോർജ് അച്ഛനായിരുന്നപ്പോൾ, കത്തനാരായിരുന്നപ്പോൾ എനിക്ക് നന്നേ പരിചയമായിരുന്നു, എന്നോട് വലിയ ബഹുമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ നിറമൊന്ന് മാറിയപ്പോൾ പിന്നെ എന്നെ കണ്ടാൽ മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരു ഗുണമൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം നിറം മാറും, നിങ്ങൾ സൂക്ഷിച്ചോണം. അപ്പോൾ അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് മറുഭാഷ കിട്ടി. പക്ഷേ പെന്തക്കോസ്തുകാരുടെ മീറ്റിങ്ങിൽ ചെന്നാലേ, കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോകുമ്പോഴും അദ്ദേഹത്തിന് മറുഭാഷ പ്രയോഗിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ്. അപ്പോൾ ഈ മറുഭാഷ പറയുന്ന ഉമ്മൻ ജോർജ് ബിഷപ്പ് വീട്ടിൽ ഭാര്യയോട് കൂടുന്ന ഒരു ചായ 4 മണിക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് ഒന്നൊന്ന് വിഭാവന ചെയ്യും.
അപ്പോൾ ഭാര്യയോടുള്ള സ്നേഹം ഉള്ളിൽ വർദ്ധിച്ച് പെട്ടെന്ന് അദ്ദേഹം മറുഭാഷ പറഞ്ഞു തുടങ്ങി. ഭാര്യയോട് മറുഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഭാര്യ എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ ഇരിക്കുന്ന കപ്പിലെ ചായ ബാക്കിയുണ്ടെങ്കിൽ ഉമ്മൻ ജോർജ് ബിഷപ്പിൻ്റെ മോന്തയ്ക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് മനുഷ്യർക്ക് സഹിക്കാവുന്ന കാര്യമല്ല. പക്ഷെ അതിനാണ് ഏറ്റവും കൂടുതൽ വില. മതത്തിൽ ഉള്ള ഒരു വൈകൃതം മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ പ്രയോജനമില്ലാത്ത കാര്യത്തിനാണ് ഏറ്റവും വില. ഇപ്പോൾ കുന്തിരുക്കം പുകയ്ക്കുന്നു. കുന്തിരുക്കം എന്തിനാണ് കുന്തിരുക്കം പുകയ്ക്കുന്നത്? അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ദൈവത്തിന് പ്രയോജനമുണ്ടോ? മനുഷ്യർക്ക് പ്രയോജനമുണ്ടോ? അത് പലർക്കും രോഗം വരുത്തും. അവിടെയുള്ള കൊതുകിന് പോലും പ്രയോജനമില്ല. പിന്നെ വേദോസം വായിക്കുന്നതാണ് സുവിശേഷ പുറത്ത് ഇത് പുകയ്ക്കുക. സുവിശേഷത്തിന് എന്തിനാണ് നിങ്ങളുടെ പുക? ഇല്ല, അത് കാണിച്ചേ പറ്റൂ, അല്ലെങ്കിൽ സുവിശേഷം വായിച്ചൊരു ഭൂമിയില്ല. ഇത് മുഴുവൻ നാടകമാണ്. ഇതിനകത്ത് സത്യമില്ല, ഇതിനകത്ത് പരമാർത്ഥമില്ല. ഇത് ദൈവത്തെ കണ്ണുപൊട്ടനാക്കുന്ന, ദൈവത്തെ വിഡ്ഢിയാക്കുന്ന പരിപാടിയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ, നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന, നിങ്ങളുടെ ഹൃദയത്തെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ. രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് പറയുമ്പോൾ എത്രയോ അർത്ഥവത്തായ ഉത്ബോധനമാണ്. അത് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിക്ക് സ്വാതന്ത്ര്യമില്ല. അവൻ അഭിനയിച്ച് ഓരോ സഭയിലും അതിൻ്റേതായ വിധത്തിൽ അഭിനയമാണ്. സഭകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പരിശോധിച്ചാൽ അത് 100% അഭിനയത്തിൽ മാത്രമാണ് കൊണ്ട് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ വിശ്വാസ പ്രമാണപരമായി യാതൊരു വ്യത്യാസവുമില്ല. ഇത് മുഴുവനും അഭിനയം, ബാഹ്യതയിലും അഭിനയത്തിലും മാത്രമാണ്. അന്ധവിശ്വാസം, അഭിനയം, ബാഹ്യത. ബ്ലൈൻഡ് ഫെയ്ത്ത്, അപ്പിയറൻസ് ആൻഡ് ഇൻസിൻസിയറിറ്റി. ഇത് മാത്രമാണ്, വേറെ യാതൊരു വ്യത്യാസവുമില്ല. നമുക്ക് യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. പക്ഷേ സത്യത്തിൻ്റെ ആവിഷ്കാരമായ യേശുവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കണമെങ്കിൽ അസത്യം ഉണ്ടാകണം എന്നതാണ് നമ്മുടെ പ്രത്യേകമായ ബുദ്ധി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും എന്ന് അന്ന് ഞാൻ അവരോട് പറയും എന്ന് യേശു പറയുന്നതിൻ്റെ യുക്തി ഇവിടെയാണ്. അപ്പം അതുകൊണ്ട് നാം ഇതുവരെ കണ്ട യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ ഇടയായ ഈ സത്യത്തെ നമുക്ക് എങ്ങനെ അനുഭവവേദ്യമാക്കാമെന്ന ഒരു ചിന്ത കൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാനിത് ഉപസംഹരിക്കാൻ പോകുകയാണ്. നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, സഭാ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ ഒരു ഇറ്റ്സ് എ ഷോ. അതൊരു പ്രദർശനമാണ്. എ ഷോ. പ്രദർശനത്തിൽ ഒരിക്കലും സത്യം ഉണ്ടാകുകയില്ല. സത്യമുണ്ടെങ്കിൽ പ്രദർശനത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ സ്നേഹം നടിക്കേണ്ട ആവശ്യമില്ല. സ്നേഹം ഇല്ലാത്തപ്പോൾ മാത്രമേ നടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ അഭിനയത്തിൽ അനുഭവം ഉണ്ടാകുകയില്ല. അഭിനയത്തിൽ അനുഭവം ഉണ്ടാകുകയില്ല. അനുഭവത്തിൽ സത്യമില്ല. സത്യത്തിൽ മാത്രമേ അനുഭവമുള്ളൂ. അനുഭവത്തിൽ കൂടെ മാത്രമേ നാം സത്യം അറിയുകയുള്ളൂ. ഇങ്ങനെ നാം നമ്മുടെ മതജീവിതം മുഴുവനും അഭിനയത്തിൽ ഒതുക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, ഇടമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മീയമായ അനുഭവങ്ങൾ അല്പം പോലുമില്ല. നിങ്ങൾ ദയവായി ഒരു ചെറിയ എക്സസൈസ് ചെയ്യണം. ഇന്ന് സമയമുള്ളപ്പോൾ 5 മിനിറ്റ് എവിടെയെങ്കിലും നിശബ്ദരായിരുന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എനിക്കുണ്ടായിട്ടുള്ള ആത്മീയമായ അനുഭവങ്ങൾ എന്താണ്, അതിൽ 1 or 2 നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെപ്പറ്റി നിങ്ങളൊരു ഓഡിയോ ആയിട്ട് ഒരു 10 സെൻറ്റൻസ് എനിക്ക് അയച്ചു തന്നാൽ ഞാനത് മുഴുവനും നമ്മുടെ ഈ സംഗമത്തിൽ, നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കാം. ജനം അറിയട്ടെ. അങ്ങനെ നാം അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ നാം ഞെട്ടിപ്പോകും. നമ്മുടെ മതജീവിതത്തിൽ, ആരാധനയിൽ അനുഭവം അല്പം പോലുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇത് മുഴുവനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട്
നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ നാം അവിടെ കാഴ്ചക്കാരായി മാത്രം പോകുകയാണ്. നാം ആരാധിക്കുന്നവരല്ല, നാം കാഴ്ചക്കാർ മാത്രമാണ്. ഇതും യേശു വെളിപ്പെടുത്തിയ സത്യം മാത്രമാണ് ഞാൻ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ഉന്നയിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ചവരെയോ? മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളല്ലയോ? അല്ല, നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? പ്രവാചകനെയോ എന്ന്. അപ്പോൾ ഇവിടെയെല്ലാം കാണാൻ കാണാൻ കാണാൻ. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ്റെ മതജീവിതം മുഴുവനും കാഴ്ചയിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഈ കാഴ്ചയിൽ അനുഭവമില്ല. നിങ്ങളൊരു സിനിമാ തിയേറ്ററിൽ അല്ലെങ്കിൽ ഒരു നാടകശാലയിൽ പോയി നാടകം കാണുന്നു. അവിടെ കാഴ്ചയുള്ളൂ, അനുഭവമൊന്നുമില്ല. അനുഭവത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണവും വിടുതലുമാണ് ഈ കലയുടെ എല്ലാ മേഖലകളും. അപ്പം അതുകൊണ്ട് മതമേഖലയും നാം കാഴ്ചയുടെ ദൃശ്യമാധ്യമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ദൃശ്യമാധ്യമങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു ദൃശ്യവേദിയാണ് ആരാധന. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ആത്മീയ സിനിമയാണ് എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ അനുഭവമില്ല. യേശു പറയുന്നത് ആത്മീയത എന്ന് പറഞ്ഞാൽ, ആരാധന എന്ന് പറഞ്ഞാൽ അത് അനുഭവമായി തീരണം. അതുകൊണ്ടാണ് യേശു നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അതാണ് ആരാധന, അത് അനുഭവമാണ്. അനുഭവത്തിൽ സത്യം ഉണ്ടായാൽ മതിയാകുകയുള്ളൂ. അനുഭവത്തിലേക്ക് വരുമ്പോൾ പരസ്യം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് വിശക്കുന്നു, ആ സമയത്ത് ആഹാരം കഴിക്കുന്നതിന് പകരം ഏറ്റവും രുചിയേറിയ ആഹാരത്തിൻ്റെ പരസ്യം കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തൃപ്തി വരും. അതേസമയം നിങ്ങളുടെ വയറ് മുട്ട കഴിച്ചു, നീ കഴിക്കേണ്ട ആഹാരമൊന്നുമില്ല. അങ്ങനെ ആ സമയത്ത് ടെലിവിഷന് മുമ്പിൽ പോയിരുന്ന നല്ല ആഹാരത്തിൻ്റെ പരസ്യം കണ്ടാൽ ഒരു പ്രയാസമില്ല, സന്തോഷം. ഇതാണ് വ്യത്യാസം. അപ്പോൾ യേശു പറയുന്നത്, നിങ്ങൾ കാഴ്ചക്കാരായി തുടരരുത്. നിങ്ങൾ കാഴ്ചക്കാരെന്ന അവസ്ഥയിൽ നിന്ന് അനുഭവിക്കുന്നവരായി മാറണം. അത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ മാത്രമേ നാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് അനുഭവത്തിൻ്റെ അവസ്ഥയിലേക്ക് പുരോഗമിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ സത്യത്തിൽ കൂടെ മാത്രം ദൈവത്തെ ആരാധിക്കണമെന്ന ദൈവിക പ്രമാണം നമുക്ക് മനസ്സിലാകാൻ ഇടയാകുകയുള്ളൂ. മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ സത്യത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, ഊന്നൽ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നാം കാഴ്ചക്കാരായി മാത്രം ഇരുന്നാൽ ഒരിക്കലും സാധ്യമാകുകയില്ല. അന്വേഷണത്തിൽ കൂടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ സത്യത്തിൻ്റെ അനിവാര്യത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ജീവിക്കാൻ താല്പര്യമുള്ളവർ കാഴ്ചക്കാരായി മാത്രം ഇരുന്നുകൂടാ. അവർ സത്യത്തെ കാംക്ഷിക്കണം. സത്യവും ജീവനും ഒന്നാണ്. ആ സത്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഈ എന്താണ് അഭിനയം. മനുഷ്യനും ദൈവമായുള്ള ബന്ധം അവൻ്റെ അനുഭവം എന്ന് പറയുന്ന ആരാധനാലയത്തിലാണ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മനുഷ്യ മസ്തിഷ്കത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആവിഷ്കാരമാണ് ഈ പള്ളിയും പട്ടക്കാരനും അത് സംബന്ധമായ എല്ലാ ക്രമീകരണങ്ങളും. അവിടെ പരസ്യം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അവിടെ ആന്തരികമായ സത്യത്തിന് ഒരു വിലയും ഉണ്ടാകുകയില്ല. അത് വേണമെന്ന് പോലുമുള്ള ബോധം ആരും പ്രാപിക്കുകയില്ല. ഞായറാഴ്ച പോകുന്നു, ചില കാര്യങ്ങളിവിടെ കാണുന്നു, തിരിച്ചു വരുന്നു, ആളുകൾ എന്നെ കണ്ടു, ഞാൻ അവിടെ പോയത് കാണാനുള്ളത് കണ്ടു, കാഴ്ച മാത്രമാണ്. അപ്പോൾ ഞാൻ പോയി കാണേണ്ടത് കണ്ടു, എന്നെ കാണേണ്ടവരെന്നെ കണ്ടു. അതിനപ്പുറത്ത് നമ്മുടെ ഞായറാഴ്ച ആരാധനയിൽ വലിയ കാമ്പൊന്നുമില്ല എന്നതാണ് സത്യത്തോട് വിദൂര ബന്ധമുള്ളവർ മനസ്സിലാക്കുന്നതും സമ്മതിക്കുന്നതുമായ യാഥാർത്ഥ്യം. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നാം ജീവിക്കാൻ ആരംഭിക്കണമെന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും.
തികച്ചും സ്പഷ്ടമാണല്ലോ. കാഴ്ചക്കാരായി മാത്രം ഇരിക്കാൻ താല്പര്യമുള്ളവർ, മുൻപോട്ട് പോയി അന്വേഷണത്തിൽ കൂടെ അനുഭവത്തിലേക്കും സത്യത്തിലേക്കും പ്രവേശിക്കുവാൻ മനസ്സില്ലാത്തവർ ഒരിക്കലും ജീവനോ സമൃദ്ധമായ ജീവനോ പ്രാപിപ്പാനിടയില്ല. യേശു ജീവൻ്റെ വെളിച്ചമാണ്. അവനിൽ വസിക്കുന്നവർ ഈ അഭിനയത്തിലും നാടകശാലയിലും ഒതുങ്ങി നിൽക്കുകയില്ല. അവർ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും സമൃദ്ധമായ ജീവൻ പ്രാപിക്കുകയും അതുകൊണ്ട് അവരാൽ അനേകർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് യേശുവിൻ്റെ ദർശനം. ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് ഇന്ന് ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുൻപിൽ ഇപ്പോൾ ആരംഭിക്കുന്ന വർഷം ആകമാനം അന്വേഷണത്തിൻ്റെയും പുതിയ അനുഭവ പ്രാപ്തിയുടെയും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശീർവദിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നമസ്കാരം.